കർണാടക രാഷ്ട്രീയത്തിൽ പല പ്രശ്നങ്ങളും ഉരുത്തിരിഞ്ഞ് വരികയാണ്. പ്രധാനമായും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. അഴിമതി ആരോപണത്തിൻ്റെ ഒരു കൂമ്പാരത്തിൽ നിൽക്കുകയാണ് സിദ്ധരാമയ്യ എന്ന വലിയ ആരോപണം നിലനിൽക്കെ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ഒരു വലിയ ആവശ്യം ഇപ്പോൾ കർണാടകയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇതിന് പരിഹാരമായി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം വളരെ നിർണായകവുമായിരിക്കും. ഇതിനു മുമ്പ് എന്തുകൊണ്ടാണ് സിദ്ധരാമയ്യയെ ഇപ്പോൾ പല ആരോപണങ്ങളുടെ മുൻമുലയിൽ നിർത്തുന്നത്, എവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം എന്നത് പരിശോധിക്കേണ്ടതായുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കുറ്റവിചാരണ ചെയ്യാൻ അനുമതി തേടി സന്നദ്ധ പ്രവർത്തകൻ TJ എബ്രഹാം ഗവർണറെ സമീപിച്ചത് ഭരണപക്ഷത്ത് അങ്കലാപ്പ് സൃഷ്ടിച്ചിരുന്നു. രാഷ്ട്രീയ ഉന്നതരുടെ അഴിമതികൾക്കെതിരെ നിരന്തരം നിയമയുദ്ധം നടത്തുന്ന ആക്ടിവിസ്റ്റാണ് എബ്രഹാം. BJP നേതാവ് യെദ്യൂരപ്പയ്ക്ക് മുഖ്യമന്ത്രി കസേര വിട്ടൊഴിയേണ്ടി വന്നതിൽ എബ്രഹാമിൻ്റെ ഇടപെടലും കാരണമായിരുന്നു. ദേവഗൗഡ, SM കൃഷ്ണ, കുമാരസ്വാമി തുടങ്ങിയ മുഖ്യമന്ത്രിമാർക്കെതിരായും അവർ അധികാരത്തിൽ ആയിരുന്നപ്പോഴും പിന്നീടും എബ്രഹാം നിയമപോരാട്ടം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ കോടതിയെ സമീപിക്കണമെങ്കിൽ ഗവർണറുടെ അനുമതി വേണമെന്ന വ്യവസ്ഥയുണ്ട്. തെളിവുകളെല്ലാം ശേഖരിച്ച് ഗവർണറുടെ അനുമതി കിട്ടിയാലുടനെ കോടതിയെ സമീപിക്കാൻ കാത്തിരിക്കുകയാണ് എബ്രഹാം. പ്രതിപക്ഷ സഹായം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്നും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ആരോപണമുണ്ട്. എബ്രഹാമിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ മുഖ്യമന്ത്രിക്ക് ഷോക്കോസ് നോട്ടീസ് അയക്കുന്നത് ഭരണപക്ഷത്തിന് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. ഗവർണർ കേന്ദ്രത്തിൻ്റെ കളിപ്പാവയായി മാറുന്നു എന്നതാണ് സിദ്ധരാമയ്യയും സഹപ്രവർത്തകരും ആരോപിക്കുന്നത്. DJ എബ്രഹാം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങളുടെ പുറത്ത് സിദ്ധരാമയ്യ സ്ഥാനമൊഴിയേണ്ട സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ സിദ്ധരാമയ്യ സ്ഥാനമൊഴിയേണ്ട സാഹചര്യമുണ്ടായാൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ അതിന് ചില തടസ്സങ്ങൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയാണ് ആ തടസ്സങ്ങൾ? ആരാണ് സിദ്ധരാമയ്യയ്ക്ക് പകരമെത്തുന്ന മുഖ്യമന്ത്രി? പരിശോധിക്കാം. കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ ഏറ്റവും കരുത്തരായ നേതാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുക സിദ്ധരാമയ്യയെയും DK ശിവകുമാറിനെയുമാണ്. എന്നാൽ ഹൈക്കമാൻഡിൻ്റെ കാഴ്ചപ്പാടിൽ മറ്റൊരു ശക്തനായ നേതാവ് കൂടി കർണാടകയിലുണ്ട്. സിദ്ധരാമയ്യയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയാകുവാൻ സാധ്യത ഏറെയുള്ള നേതാവ് ആഭ്യന്തരമന്ത്രി ഡോക്ടർ G പരമേശ്വര. ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രഹസ്യമായി പരിഗണിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ പേരാണെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഡോക്ടർ പരമേശ്വരയ്ക്ക് ചില അനുകൂല ഘടകങ്ങളുണ്ട്. അദ്ദേഹം മുതിർന്ന ദളിത് നേതാവാണ്. സിദ്ധരാമയ്യ നേരിടുന്നത് ദളിത് വിരോധവുമാണ്. ഒരു ദളിത് നേതാവ് മുഖ്യമന്ത്രിയായാൽ അത് ശമിക്കും എന്ന് ഹൈക്കമാൻഡ് കരുതുന്നു. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡോക്ടർ പരമേശ്വരയെ 1989 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്. 1992 ഡോക്ടർ പരമേശ്വര ആദ്യമായി മന്ത്രിയായത്. പിന്നീട് പലതവണ അദ്ദേഹം വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടുണ്ട്. 2010-18 കാലയളവിൽ PCC അധ്യക്ഷനായിരുന്നു. 2013 ഡോക്ടർ പരമേശ്വര PCC അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചത്. അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത്. എന്നാൽ തികച്ചും യാദൃശ്ചികമായി സ്വന്തം സുരക്ഷിത മണ്ഡലമായ കൊരട്ടുകരയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ ആണെന്ന് ആരോപണം ആ സമയത്ത് ഉയർന്നിരുന്നു. എന്തായാലും സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി പദവി ലഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്തു. ഈ വിഷയത്തിൽ കുറച്ചുകാലം പിണങ്ങി നിന്നെങ്കിലും ഡോക്ടർ പരമേശ്വര പിന്നീട് സിദ്ധരാമയ്യയുമായി സമരസപ്പെട്ടു. സിദ്ധരാമയ്യയുടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പ്രധാന കാരണക്കാരൻ അല്ലെങ്കിൽ തന്നെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ ചരട് വലിക്കുന്നത് DK ശിവകുമാറും അദ്ദേഹത്തിൻ്റെ അണികളുമാണ് എന്ന ഒരു തോന്നൽ സിദ്ധരാമയ്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ സിദ്ധരാമയ്യ കഴിഞ്ഞാൽ ആരാണ് എന്ന ചോദ്യത്തിന് സിദ്ധരാമയ്യ കൂടുതൽ പ്രാധാന്യം നൽകുക ഡോക്ടർ പരമേശ്വരയ്ക്ക് തന്നെയായിരിക്കും. AICC അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ പൂർണ്ണ പിന്തുണയും ഡോക്ടർ പരമേശ്വരയ്ക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ 73ാം ജന്മദിനം കർണാടക ഒന്നാകെ വലിയ ആഘോഷമാക്കിയിരുന്നു. ഒട്ടുമിക്ക പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ അദ്ദേഹത്തിൻ്റെ വലിയ പരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പലതിലും സിദ്ധരാമയ്യയ്ക്ക് ശേഷം ഡോക്ടർ പരമേശ്വര എന്ന് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു പരസ്യങ്ങളും ആഘോഷങ്ങളും. നിലവിലിപ്പോൾ കോൺഗ്രസിൽ ഉയരുന്ന ചോദ്യങ്ങൾ രണ്ടാണ്. അഴിമതി ആരോപണം എന്ന വജ്രായുധം ഉപയോഗപ്പെടുത്തി BJPയെ കർണാടകയിൽ നിന്ന് തുരത്തിയോടിച്ച കോൺഗ്രസിന് വിനയായി മാറുന്നത് അതേ അഴിമതി ആരോപണ ആയുധം തന്നെയാണ്. ആയതിനാൽ
ചോദ്യം 1, സിദ്ധരാമയ്യ നിലവിലത്തെ മോശപ്പെട്ട പ്രതിസന്ധിയെ അതിജീവിക്കുമോ? ചോദ്യം 2, സിദ്ധരാമയ്യയ്ക്ക് പകരം പാർട്ടിക്ക് വേണ്ടി ഉയിരുകൊടുത്തും ത്യാഗം സഹിക്കുന്ന DK ശിവകുമാറോ അതോ പാർട്ടി നൽകുന്ന സ്ഥാനമാനങ്ങളിൽ നിശബ്ദത പാലിച്ച് അച്ചടക്കത്തോടെ നിൽക്കുന്ന ആഭ്യന്തരമന്ത്രി പരമേശ്വരയോ? കാത്തിരുന്നു കാണണം കർണാടകയിലെ ആഭ്യന്തര യുദ്ധം. ആരാകും കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രി എന്നും.